വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രിയയുടെ പ്രതികരണത്തിലേക്ക്. ശരിക്കും ഞാനൊക്കെ ഒരു വലിയ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഞാനൊരു സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്, മലയാള സിനിമയിൽ ഒരു സപ്പോർട്ടിംഗ് ആക്ട്രസ് ആണ്. അപ്പോൾ എന്നെ പോലൊരാൾ ഇത്തരം ഒരു വലിയ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അതിനെ വലിയ ആൾക്കാർ എങ്ങനെ കാണും എന്നതുള്ള എനിക്കൊരു ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. അതാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല ടെൻഷനുണ്ട്, എൻ്റെ മുഖത്ത് അതുണ്ടല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്നെ ചേർത്ത് നിർത്തി എന്താ പറയുക, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. ഞാൻ അതിൽ വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ അവർക്ക് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എന്നിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. ഞാൻ ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ നിലപാടുകളൊക്കെ നല്ലതായിരിക്കുമെന്നും അഭിപ്രായമൊക്കെ വ്യക്തമായിട്ട് പറയുമെന്നും ഒക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ചിന്തകളൊന്നും തെറ്റായിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കും, പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കും. അതാണ്. ഈ പോസ്റ്റിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്കൊരു പ്രത്യേക ഊർജ്ജമാണ്. വ്യത്യാസമില്ലെന്നറിയാം, പക്ഷേ ഒരു മാറ്റമാണല്ലോ. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും മീഡിയ അറ്റൻഷനും ജനങ്ങളും ഒക്കെ ഇനി ഇത്രയും സ്ത്രീകൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇവരിത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടാവും അല്ലേ. അപ്പം അത് പരിഹരിച്ചു കൊടുക്കുക. മറ്റു മുൻകാലങ്ങളിൽ ഇരുന്നവർ എന്ത് ചെയ്തോ അത്രയും എങ്കിലും, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സായിട്ട് ശ്രമിക്കും. അതെ, സോറി കേട്ടില്ല, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ദയവ് ചെയ്ത് സ്റ്റേജിലോട്ട് വരണം. സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാം വരും. ദയവ് ചെയ്ത് സ്റ്റേജിലോട്ട് വരണം. അല്ല, അതെ അതെ അതെ. വീണ്ടും വീണ്ടും നിർബന്ധിക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മ്യൂസിക് വെക്കും. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. ദയവായി എല്ലാ മീഡിയ പേഴ്സണാലിറ്റീസും ഫോണിന് പുറത്തു പോവുക. ജോയ് മാത്യുവിന്റെ പ്രതികരണമാണ് കേട്ടത്. എല്ലാവരും ജയിച്ച എല്ലാവരും വേദിയിലേക്ക് വരണമെന്ന് പറയുന്നു. മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തേടുന്നതിൽ ഉള്ളൊരു അമർഷമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയതെന്ന് തോന്നുന്നു. എന്തായാലും